ഹായ് ഹലോ വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇത് എന്തായിരുന്നാലും നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ്. ഇത് ഫുള്ളായിട്ട് നിങ്ങൾ നോക്കണം കേട്ടോ. കാരണം യൂസ്ഫുള്ളായിട്ടുള്ള 2 ഐറ്റംസുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. ടോട്ടൽ 2 പ്രൊഡക്റ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്ന് മിനി മോപ്പാണ് കേട്ടോ. മിനി മോപ്പിൻ്റെ 2 ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുണ്ട് കേട്ടോ നമുക്ക് മിനി മോപ്പ്. അതുകൊണ്ട് തന്നെ 2 ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വൈറ്റും റെഡും തീമിലാണ് കേട്ടോ അതിൻ്റെ സ്റ്റിക്ക് വരുന്നത്. ഇനി അതിൻ്റെ സ്പോഞ്ച് കൂടെ നോക്കാം. പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഞാൻ ഒരുപാട് സെർച്ച് ചെയ്ത റൈറ്റാണ് കേട്ടോ. സ്പോഞ്ച് വന്നിട്ട് ഒരു ഗ്രേയിൽ ഒരു കുട്ടി മിനി മോപ്പാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, കുട്ടി ആയതുകൊണ്ട് തന്നെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ നമുക്കതിനെ ട്വിസ്റ്റ് ചെയ്യാനും ഉള്ളിലോട്ടാക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ. ക്വാളിറ്റി നല്ലതാണ്, കളർ തീം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ മിനി ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത നമ്മുടെ സ്പോഞ്ച് നമ്മുടെ സ്റ്റിക്കിലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാനാണ് കേട്ടോ. അത് ലോക്കാണ്, നമ്മളൊന്ന് നോക്കി ചെയ്യണം കേട്ടോ. എനിക്കറിയത്തില്ലായിരുന്നു. പിന്നെ ഞാൻ നല്ലതുപോലെ 2ാമത്തെ പ്രാവശ്യം ട്രൈ ചെയ്തപ്പോൾ സെറ്റായി ലോക്കായി ഇരിക്കുന്നുണ്ട്. ലോക്ക് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ സ്റ്റിക്കിൽ നിന്ന് സ്പോഞ്ച് മാറുന്നില്ല, ലോക്കായി തന്നെ ഇരിക്കുന്നുണ്ട്. അതൊരു നല്ലൊരു ഇതായിട്ട് തോന്നി കേട്ടോ. പിന്നെ ക്വാളിറ്റി നല്ല സ്പോഞ്ചാണ് കേട്ടോ. നല്ല ഫിനിഷിങ്ങോട് കൂടിയുള്ള നല്ലൊരു ഐറ്റമാണ്. എന്തായാലും സെറ്റ് ചെയ്തപ്പോൾ ഒക്കെ നല്ല രസമുണ്ട് കേട്ടോ. നല്ല അടിപൊളിയാണ്. അപ്പോൾ ലോക്ക് ഞാനിവിടെ കാണിക്കുന്നില്ല. ഇതാണ് എനിക്ക് ഫസ്റ്റ് ചെയ്യുമ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു. പിന്നെ ഓക്കെ കേട്ടോ, സെറ്റാക്കിയിട്ടുണ്ട്. അതെനിക്ക് വീഡിയോയിൽ കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ 2ാമത് ഫിറ്റ് ചെയ്തത്, അതാണ് ഞാൻ പറയുന്നത് കേട്ടോ. അങ്ങനെ കുറച്ച് നേരത്തെ കൺഫ്യൂഷൻ ശേഷം നമ്മളിവിടെ നല്ലതുപോലെ ഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. മിനി മോപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ പൊടിയോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ടേബിളിൻ്റെ മുകളിൽ നമുക്ക് ചായയോ വെള്ളമോ അല്ലെങ്കിൽ കറികളോ എന്തെങ്കിലും കളയാൻ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഈ മോപ്പ് വെച്ച് വൈപ്പ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ തുണികളൊക്കെ അല്ലേ നമ്മൾ യൂസ് ചെയ്യാറ്, നമ്മുടെ പഴയ ഓൾഡ് തുണികളൊക്കെ അല്ലേ നമ്മൾ പെട്ടെന്ന് യൂസ് ചെയ്യാറ്. അതിൽ നിന്നും ചേഞ്ച് ആയിട്ട് നമുക്ക് ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. അതും പെട്ടെന്ന് ക്ലീൻ ആവും, നല്ലതുപോലെ ക്ലീൻ ആവും. ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ മേളിലുള്ള നമ്മുടെ ഈ പാർട്ടീഷൻസ് ഒക്കെ ഇത് ക്ലീൻ ചെയ്യാൻ നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഇതൊന്ന് നനച്ച് നോക്കുകയാണ് കേട്ടോ, എങ്ങനെയാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ ഒരുപാട് വാട്ടർ നമുക്ക് അബ്സോർവ് ആവും കേട്ടോ, ഇങ്ങനെ ഹോൾഡായി നിൽക്കും. പിന്നെ ഇതിൽ തന്നെ നമുക്ക് വെള്ളം നനച്ചിട്ട് ഇത് തന്നെ അങ്ങ് വെള്ളമൊക്കെ അങ്ങ് കളയും കേട്ടോ. അതിനുള്ള ഓപ്ഷൻ അതിൽ തന്നെ ഉണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള നനവോടുകൂടി നമുക്ക് അത് സാധനം കിട്ടും കേട്ടോ. നമുക്ക് നമ്മുടെ കൈ കൊണ്ട് നമുക്ക് വെള്ളമൊന്നും കളയണ്ട. അതിൽ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് മാറ്റിയിട്ട് നമുക്കത് വെള്ളം മാറിക്കിട്ടും. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ചെറിയ നമ്മുടെ ജനലിലൊക്കെ ഇതുപോലെ പൊടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ മോപ്പ് വെച്ച് നല്ലതുപോലെ ക്ലീൻ ആകും കേട്ടോ. ഒറ്റ വൈപ്പിൽ തന്നെ ആ പൊടി കംപ്ലീറ്റ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 2 ഇതവിടെ നടക്കുകയാണ്. നമ്മുടെ പൊടി അടിക്കുന്നതും തുടയ്ക്കുന്നതും 2 ഒരുമിച്ച് തന്നെ നടക്കുകയാണ്. പിന്നെ ഇതുപോലെയുള്ള പാർട്ടീഷൻസിലൊക്കെ ഇങ്ങനെ നമ്മൾ ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. പെട്ടെന്ന് അത് ക്ലീൻ ആവുകയും ചെയ്യും. നമുക്ക് ഒരുപാട് ഇങ്ങനെ അതെങ്ങനെ വേണോ റൊട്ടേറ്റ് ആവുമല്ലോ. അപ്പോൾ നമുക്ക് ആ ഉള്ളിലോട്ടൊക്കെ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് വൈപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാവേ. ഇതുപോലുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ ഇത് വെച്ച് ക്ലീൻ ചെയ്യാൻ ഈസിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇനി അടുത്ത പ്രൊഡക്റ്റ് നോക്കാം. ഇനി ഞാൻ അടുത്തത് എടുത്തിരിക്കുന്നത് ഒരുപാട് സെർച്ച് ചെയ്ത് ഞാൻ വാങ്ങിച്ചൊരു ഐറ്റമാണ് കേട്ടോ. ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. എനിക്ക് വർക്ക് ചെയ്ത് എങ്ങനെയാണെന്നുള്ളതാണ് കേട്ടോ പറയുന്നത്. എല്ലാ ഇതും ഒരുപോലെ ആയിരിക്കണമെന്നില്ലല്ലോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് എൻ്റെ ഒപ്പീനിയൻ എന്താണെന്ന് പറയാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ഇലക്ട്രിക്കൽ നെറ്റ് കോംബോ ആണ് കേട്ടോ. നമ്മുടെ തലയിലുള്ള പേന്, ഈര് ഇതെല്ലാം മാറും. അതിന് വേണ്ടിയിട്ടുള്ളൊരു നെറ്റ്, ഇലക്ട്രിക്കൽ അല്ലാത്ത നെറ്റും ഉണ്ട് കേട്ടോ.
അത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്, അത് വർക്കായി. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇലക്ട്രിക്കൽ നെറ്റും കൂടെ ഒന്ന് യൂസ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചത്. അപ്പോൾ അതിൽ ഒരുപാട് പാർട്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഞാൻ അതെല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെയാണ് ഫിറ്റ് ചെയ്ത്, എന്തൊക്കെ പാർട്സ് ആണ് അതിലുള്ളത് എല്ലാം ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഓരോ പാർട്സും എങ്ങനെയാണ് ഫിറ്റ് ചെയ്യാന്നുള്ളത് അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടി ഈസിയാണ് കേട്ടോ, നമ്മൾ നോക്കി ചെയ്താൽ മതിയാവും. പിന്നെ ഓരോ ഇതിലും നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ 2 നെറ്റാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് ഉള്ളിൽ ഫിറ്റ് ചെയ്യാനുള്ളതാണ്, നമ്മുടെ ഇലക്ട്രിക്കൽ കോമ്പിൻ്റെ ഉള്ളിലോട്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കോമ്പ് ചീവുമ്പോൾ നമ്മുടെ പേന ഈരിയെല്ലാം അതിൻ്റെ ഉള്ളിലോട്ട് പോകും എന്നാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് വർക്ക് ചെയ്യാന്നുള്ളത് അറിയത്തില്ല, എന്തായിരുന്നാലും നമുക്ക് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. കുറച്ച് നേരത്തെ കൺഫ്യൂഷന് ശേഷം നമ്മളങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമുക്കൊരു ലൈറ്റൊക്കെ കത്തി നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നോർമലാണോ ഇലക്ട്രിക്കലാണോ യൂസ്ഫുൾ എന്ന് ചോദിച്ചാൽ നോർമലേ ഞാൻ പറയത്തുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസ് ആയിട്ടെങ്കിലും വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.